ശമൂവേലിന്റെ പുസ്തകം 15:28. ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 15 വേഴ്സസ് 28. ശമൂവേൽ അവനോട്, യഹോവ ഇന്ന് ഇസ്രായേലിന്റെ രാജ്യത്വം നിങ്കൽ നിന്ന് കീറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. കാരണം ആരംഭിക്കാൻ, ദൈവത്തിന്റെ പദ്ധതി ആരംഭിക്കാൻ നമ്മൾ മതി, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ പോരാ. ഹല്ലേലൂയ. ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. നമ്മളെല്ലാം ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിന്റെ പദ്ധതിക്കാണ്. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ വേല ഇന്നത്തെക്കാൾ നാളെ ശ്രേഷ്ഠമായിരിക്കണമെന്ന് ദൈവത്തിനൊരാഗ്രഹമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ വളഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, അതുകൊണ്ട് പലപ്പോഴും നമ്മളെ തീയിലൂടെ ഇടുന്നതും, ഞാൻ ഒരു കാലത്ത് തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്, ഈ കൊല്ലൻ്റെ ആലയിൽ ചെന്ന് കഴിഞ്ഞാൽ എത്ര വലിയ ഇരുമ്പാണെങ്കിലും ഇതിനെ വളയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വളയ്ക്കുന്നത് അതിന് ഷേപ്പ് വരുത്താനാണ്. പക്ഷേ ഈ ഷേപ്പ് വരണമെങ്കിൽ ഇതിനെ തീയിലേക്ക് ഇടണം. തീയിലിടുമ്പോഴാണ് ഈ ഇരുമ്പ് എന്ത് ചെയ്യുന്നത്, ഇത് വളയ്ക്കാൻ അതിനെ പരുവത്തിൽ അതിനെ സോഫ്റ്റായി കിട്ടുന്നത് ഈ തീയിലേക്ക് ഇടുമ്പോഴാണ്. അപ്പം ആരംഭത്തിലൊക്കെ ഞാൻ വിചാരിച്ചു എന്നും തീയാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഓരോ സമയത്തും തീയിലൂടെ പോകുമ്പോൾ ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം ദൈവം വളയ്ക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും ലൈവിലും എന്നെ കേൾക്കുന്നവർ അങ്ങനെ ഒരു തീയിലൂടെ പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ദൈവം നിനക്ക് ഷേപ്പ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി തീയിൽ നിന്ന് കയറി അതിനെ നേരെ വെള്ളത്തിലേക്കാക്കും അല്ലേ? അങ്ങനെ വെള്ളത്തിലാക്കി അതിൻ്റെ ചൂടൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ആറി സമാധാനമായി എന്ന് പറയുമ്പോഴാണ് പിന്നെ അതിൻ്റെ പുറത്തൊരടിയുണ്ട്. അത് സഹിക്കാൻ കഴിയത്തില്ല. കാരണം നമ്മൾ വിചാരിച്ചു ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെട്ടു, വെള്ളത്തിലൂടെ ആയി, അപ്പം കുറച്ച് പുകയും കാര്യങ്ങളൊക്കെ ആയി, ഒരു ശബ്ദമായി, പിന്നെ അത് തണുത്തിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ശാന്തമായി എന്ന്. പക്ഷേ ആ ചൂടിൽ നിന്ന് അതിൻ്റെ പുറത്താണ് അടി. കൊല്ലൻ്റെ ആലയിൽ അതിൻ്റെ പുറത്താണ് അടി. അടിയിലാണ് അതിന് ഷേപ്പ് വരുന്നത്, അടിയിലാണ് അതിന് മൂർച്ച വരുന്നത്. അപ്പം എനിക്ക് തീയും വേണ്ട അടിയും വേണ്ട എന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കും. പക്ഷെ ഇത് രണ്ടിനും നിന്റെ ഹിതം എൻ്റെ ഹിതമല്ല, നിന്റെ ഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഒരായുധം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ദൈവം അതിന് ഷേപ്പ് വരുത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഈ ഞാൻ പോരാ, എന്നിലുള്ള എന്നേക്കാൾ ഉത്തമനൊരുത്തൻ പുറത്തു വരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തിന്റെ വേല തികയ്ക്കണം. ഇസ്രായേലിന് ഒരു രാജാവിനെ കൊടുക്കണം. അത് ജനം തന്നെ ചോദിച്ചതാണ്. ആദ്യത്തെ ഒരുത്തനെ തെരഞ്ഞെടുത്തു. ദൈവത്തിന് തെറ്റ് പറ്റിയോ എന്നോട് അത് ഞാൻ പറയത്തില്ല. പക്ഷെ ദൈവം ആദ്യം തെരഞ്ഞെടുത്തവൻ അവൻ ദൈവത്തിനെതിരെ നിന്നു. അവന്റെ ആഗ്രഹം എന്തായിരുന്നു നമുക്കറിയാം. അവന്റെ ആഗ്രഹം ഒരു പൊസിഷനായിരുന്നു. അവൻ ദൈവത്തെ ഭയപ്പെട്ടവനല്ലായിരുന്നു ശൗല്. അപ്പൊ അങ്ങനെ ഇതായതുകൊണ്ട് ആരംഭിക്കുന്നതല്ല വിഷയം, അവസാനിപ്പിക്കുന്നതാണ് വിഷയം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് വെളിപ്പാട് വരെ വരുമ്പോൾ എല്ലാ അധ്യായത്തിലൂടെയും എൻ്റെ യേശു കർത്താവ് കയറി ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോ നീ തിന്നുന്ന നാളിൽ നീ മരിക്കും. ഏതേൻ തോട്ടത്തിൽ സംഭവിച്ചതാണ്. നീ തിന്നുന്ന നാളിൽ നീ മരിക്കും. ഏതേൻ തോട്ടത്തിൽ ആദാം തിന്നു. അപ്പൊ തന്നെ ദൈവം പ്രൊവിഷൻ ഒരുക്കി. ആമേൻ. അപ്പോൾ അതിന് സഹായിച്ചിരിക്കുന്ന സാത്താനെ, പാമ്പിനെ അന്ന് പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സ്ത്രീയിലൂടെ നീ ഇതിനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയിലൂടെ ഞാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. അത് യേശു കർത്താവായിരുന്നു. അവൻ നിന്റെ തല തകർക്കും. യേശു കർത്താവ് ശത്രുവിന്റെ തല തകർത്തു. അത് വിശ്വസിക്കുന്ന കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഇത് ഉൽപ്പത്തി പുസ്തകം 3:15-16 പറഞ്ഞത്. ഇന്നും നമ്മൾ ഈ സന്തോഷിക്കുന്നതിന്റെ കാര്യം ശത്രുവിന്റെ തല യേശു കർത്താവ് തകർത്തത് കൊണ്ട് മാത്രമാണ്. അപ്പൊ അന്നേ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പിതാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. അപ്പൊ യേശു കർത്താവിന്റെ പ്രവൃത്തി കണ്ടിട്ടാണ് പറഞ്ഞത്, ആമേൻ, ഇത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല, എന്നിലൂടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഞാൻ വെറും ഒരു ഉപകരണമായി കിടക്കുകയാണ്, എൻ്റെ ദൈവം ഈ ഉപകരണത്തെ ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഒന്നുമില്ലാകയിൽ നിന്ന് നമ്മളെ തെരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നിട്ട് ദൈവം അസാധ്യ കാര്യങ്ങളിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോൾ അറിയാതെ നമ്മളൊന്ന് കിളരുന്നതിൻ്റെ ഒരു കാര്യം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നുകയാണ് ഇതെല്ലാം എന്നിലൂടെയാണ് സാധിക്കുന്നതെന്ന്. അല്ല. ഹല്ലേലൂയ. ശൗൽ ആരംഭിച്ചു, രാജാവായി, ഒരു കുഴപ്പവുമില്ലായിരുന്നു. പക്ഷെ അധികകാലം നിന്നില്ല. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ഇനി ഞാൻ ഒരുത്തനെ തെരഞ്ഞെടുക്കുമ്പോൾ
ജനത്തിന് പ്രഭുവായിട്ട് നിയമിക്കാതെ ഇനി ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ ചില ക്വാളിറ്റി ഞാൻ നോക്കും. അങ്ങനെ ദൈവം തെരഞ്ഞു നോക്കിയപ്പോൾ ആമേൻ പൊസിഷന്റെ പിറകെ പോകുന്ന ശൗലല്ലാതെ ദൈവത്തെ മാത്രം ധ്യാനിച്ച് ജീവിക്കുന്ന ഒരുത്തനെ കാട്ടിൽ പോയി ദൈവം തെരഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ദാവീദിനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം, ഇശ്ശായിയുടെ കുടുംബത്തിൽ ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ട്. ശമൂവേൽ പ്രവാചകനോട് പറയുകയാണ്, ഇസ്രായേൽ ഇശ്ശായിയുടെ കുടുംബത്തിൽ ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ട്. അവന്റെ 1 ശമൂവേൽ പുസ്തകം 13:14 വായിച്ചേ. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. ഇനി ഞാൻ തെരഞ്ഞെടുക്കുമ്പോൾ നിന്റെ രാജ്യത്വം നിലനിൽക്കത്തില്ല. ലോർഡ് ഹാസ് സോർട്ട് ഔട്ട് എ മാൻ ആഫ്റ്റർ ഹിസ് ഓൺ ഹാർട്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന, 24 മണിക്കൂറും ദൈവം മാത്രം ധ്യാനമായിട്ടിരിക്കുന്ന, ദൈവം ഒരു പൈത്യമായിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം അന്വേഷിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രസൻസിന്റെ പിറകെ പോകുന്ന, ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല, അങ്ങനെ ഒരുവനെ ഞാൻ അന്വേഷിക്കും. അങ്ങനെയാണ് ശമൂവേലിനോട് പറയുന്നത്, നീ നേരെ ഇശ്ശായിയുടെ അടുക്ക പോകുക, അവന്റെ കുടുംബത്തിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിനക്ക് നീ ആരെന്ന് അറിയാതിരിക്കുമ്പോൾ നിന്നിലുള്ളത് ആരെന്ന് അറിഞ്ഞിട്ട് നിന്റെ അടുക്കലേക്ക് ഒരുത്തനെ അയക്കുന്നവനാണ് എൻ്റെ ദൈവമെന്ന് ആദ്യം മനസ്സിലാക്കണം. യെസ്, ഹല്ലേലൂയ. നിനക്കറിയത്തില്ല നീ ആരാണെന്ന്, പക്ഷെ ദൈവത്തിനറിയാം. ആമേൻ. നിന്റെ ഹൃദയം ആരോട് കൂടെയാണ്, നിനക്ക് ആരെയാണ് ഇഷ്ടം, നീ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആരുടെ കൂടെയാണ്, ആമേൻ, നിന്റെ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ഏതാണ്, ഇതെല്ലാം ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഒരു സുപ്രഭാതത്തിലല്ല ദൈവം, ആമേൻ, ഓരോ ദിവസവും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, യേശു കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കാതെ ആമേൻ എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലാം വിട്ട് അനുഗമിച്ചവരല്ല ഈ ശിഷ്യന്മാർ. നമ്മൾ വായിച്ചു നോക്കിയപ്പോൾ അവർ നസ്രയത്തിൽ നിന്ന് വല്ല നന്മ വരുമോ, മശിഹായെ ഞങ്ങൾ കണ്ടിരിക്കുന്നു, ഇതൊക്കെയാണ് യോഹന്നാൻ 1:40-41 നമ്മൾ കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് അന്ത്രയോസ് പത്രോസിനോട് പറഞ്ഞു, പത്രോസ് ഫിലിപ്പോസിനോട് പറഞ്ഞു. ഇവരൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഓടി വരികയല്ല, അവർ യേശു കർത്താവിനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. നിരീക്ഷിച്ച് ആരാണ് യേശു കർത്താവ് എന്നറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മശിഹായെ കണ്ടിരിക്കുന്നു. അപ്പൊ വെറും ഒരു യഹൂദ ചെറുക്കനല്ല എൻ്റെ യേശു, ഇവനാണ് പ്രവാചന പുസ്തകത്തിൽ എഴുതിയ ആമേ ജനത്തിന് ലോക രക്ഷകനായി വരാൻ പോകുന്ന ആമേ മശിഹ, ആമേൻ, യേശുവാണെന്ന് അറിഞ്ഞപ്പോൾ അവര് വലയും പടകം എല്ലാം വിട്ടിച്ച് യേശു കർത്താവിനെ അനുഗമിച്ചതിന് ശേഷം ഒരിക്കലും അവർക്കൊരു റിഗ്രറ്റ് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ വന്നില്ല. ഹല്ലേലൂയ. എന്തിനു ഇറങ്ങിയും തോന്നിയില്ല. യഥാർത്ഥമായിട്ട് അറിഞ്ഞവർ എന്ത് ചെയ്യണം? യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവർ അവിടെ തന്നെ നിൽക്കുകയല്ല, എന്നേക്കാൾ ഒരു ഉത്തമൻ എൻ്റെ അകത്തുണ്ടെങ്കിൽ അത് പുറത്തു വരണം. യെസ്, നിന്നേക്കാൾ ഒരു ഉത്തമനെ ആമേൻ ദൈവം കണ്ടിരിക്കുന്നു, അത് നിന്നിലാണ്. കാരണം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് നീ പോരാ, നിന്നിലുള്ള നീ പുറത്തു വരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് നീ പോരാ, നിന്നേക്കാൾ ഒരു നല്ല നീ ഇരിപ്പുണ്ട്. യെസ്. ആരും പറയാതെ എങ്ങനെ കേൾക്കും? ഞാൻ റിവേഴ്സ് ഗിയർ ഇട്ടിട്ടല്ല വാഹനം ഓടിക്കേണ്ടത്. ഞാൻ ഇന്നലത്തെ മേനോനാകരുത്, നാളത്തെ മേനോനാകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വന്ന ദൈവദാസൻ പ്രവചിച്ചൊരു പ്രവചനമുണ്ട്. ഇന്ത്യയുടെ ഉണർവിന്റെ ഹിസ്റ്ററി എഴുതുന്ന സമയത്ത് മനുമേനോന്റെ പേര് അതിൽ എഴുതുമെന്നൊരു പ്രവാചകനിവിടെ പ്രവചിക്കുന്ന സമയത്ത് ഞാനത് പൂർണ്ണമായി ഏറ്റെടുത്തു. അതിന്റെ കാരണം ഇപ്പോഴത്തെ മിനിസ്ട്രി കണ്ടിട്ടല്ല, ദൈവം എന്നിലൂടെ ചെയ്യാൻ പോകുന്നതിനെ കണ്ടിട്ടാണ് ഞാൻ ഇത് വിളിച്ചു പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെയാണെങ്കിൽ എന്നിൽ നിന്ന് ഇനിയും വരാനുണ്ട്. എന്നേക്കാൾ ഒരു ഉത്തമൻ എൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ആമേൻ. ഞാൻ കാണാത്തൊരു ഞാൻ എൻ്റെ അകത്തുണ്ട്. ആമേൻ. എനിക്ക് മറ്റുള്ളവരെ, എനിക്ക് ബെന്നിഹിനേക്കാൾ വലുതാകണ്ട, എനിക്ക് റെനാൾഡ് ബോങ്കെ ആകണ്ട, എനിക്ക് കെന്നത്ത് ഹീനാകണ്ട, എനിക്ക് എന്നേക്കാൾ വലിയവനായ ഒരുവൻ എന്നിലുണ്ടെങ്കിൽ എനിക്ക് എന്നേക്കാൾ വലിയവനാകണം. ഞാൻ ഇന്നലത്തെ മനുഷ്യനാകരുത്, ഞാൻ നാളത്തെ മനുഷ്യനാകണം. ദൈവം മാർക്ക് ചെയ്യാൻ പോകുന്ന ഇന്നലത്തെ മനുഷ്യനല്ല. ദൈവം 1925 കലണ്ടർ നോക്കുന്നവനല്ല, 27 കലണ്ടർ നോക്കുന്നവൻ. നിങ്ങളുടെ വീട്ടിലിട്ടിരിക്കുന്ന കലണ്ടർ 2025 ആണെങ്കിൽ നിങ്ങളത് മാറ്റി കാണും. ഇനി അതുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അലർജി ചെയ്യാം. നിങ്ങളിപ്പോ നോക്കുന്നത് 2026 മാർച്ചിലെ കലണ്ടർ, പക്ഷെ ദൈവം നോക്കുന്നത് 27 കലണ്ടർ. ഹിസ്റ്ററി മേക്കർ. നീ ഒരു ന്യൂസ് മേക്കർ ആകരുത്, നീ ഒരു ഹിസ്റ്ററി മേക്കർ ആകണം. എന്നേക്കാൾ ഉത്തമൻ നിന്നിൽ
ദൈവത്തിന്റെ പദ്ധതിക്ക് നീ പോരാ, ദൈവത്തിന്റെ പദ്ധതിക്ക് നീ പോരാ. ദൈവത്തിന്റെ പദ്ധതിക്ക് നിന്നേക്കാൾ ഉത്തമൻ വേണം, നിന്നേക്കാൾ ഉത്തമൻ വേണം. അതുകൊണ്ട് നിന്നേക്കാൾ ഉത്തമനായവനെ അന്വേഷിക്കുകയാണ്. ആ ഉത്തമൻ ആരാ? ആമേൻ. അവൻ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പിറകെ പിടിക്കുന്നവൻ. ആ ഉത്തമൻ ആരാ? ദൈവം എവിടെ ഉണ്ട് അവിടെ അന്വേഷിച്ചു പോകുന്നവൻ. ആ ഉത്തമൻ ആരാ? ദൈവത്തിന്റെ പെട്ടകത്തിന്റെ മുന്നിൽ നൃത്തം ചെയ്യുന്നവൻ. ആ ഉത്തമൻ ആരാ? നിന്നേക്കാൾ ഉത്തമനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. നിന്നേക്കാൾ ഉത്തമനായ ഒരുത്തനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം നിന്നേക്കാൾ ഉത്തമനായ ഒരുത്തൻ നിന്നിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത് പുറത്തെടുക്കുവാൻ വേണ്ടി ദൈവം ഒരു ശമൂവേലിനെ അയച്ചതുപോലെ നിന്റെ അടുക്കലേക്ക് എന്നെ അയച്ചിരിക്കുകയാണ്. ആമേൻ, ആമേൻ. ഞാൻ തൃപ്തനല്ല, എന്നേക്കാൾ ഉത്തമൻ എൻ്റെ അകത്തുണ്ടെങ്കിൽ എനിക്ക് അതാവണം. എനിക്ക് ഇന്നലത്തെ മനുഷ്യനാകണ്ട, എനിക്ക് നാളത്തെ മനുഷ്യനാകണം. എനിക്ക് ഇന്നലത്തെ കലണ്ടർ വേണ്ട, ദൈവം നോക്കുന്ന നാളത്തെ കലണ്ടർ. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പ്രസൻസിന്റെ പിറകെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രസൻസിന്റെ പിറകെ പോകുന്നത്. പ്രസൻസിന്റെ പിറകെ പോകുന്നവൻ, യെസ്, പ്രസൻസിന്റെ പിറകെ പോകുന്നവൻ ദൈവം മാർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ഇന്ന് പകൽക്കാലം ആമേൻ, എന്തെങ്കിലും നിനക്ക് ഒരു അനുഭവം വേണമെങ്കിൽ, ആമേൻ, എന്തെങ്കിലും ഒരു ബ്ലെസ്സിംഗ് നിനക്ക് വേണമെങ്കിൽ, യു ആർ സപ്പോസ് ടു ലിവ് ഇൻ ദ പ്രസൻസ്. ആമേൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തില്. ആമേൻ. അതുകൊണ്ടാണ് ഓബേദേദോം ആമേൻ 3 മാസം കൊണ്ട് തന്റെ കുടുംബത്തിൽ പെട്ടകം വെച്ചപ്പോൾ തന്നെയും തന്റെ സകലത്തെയും അനുഗ്രഹിച്ചിട്ടും ആ അനുഗ്രഹത്തിന്റെ പിറകെ പോകാതെ പെട്ടകം അവിടെ ഇല്ലെന്നറിഞ്ഞപ്പോ പെട്ടകമുള്ള ആലയത്തിന്റെ അടുക്കൽ കാവൽക്കാരനാകാൻ ആഗ്രഹിച്ചിട്ട് ആമേൻ അവിടുന്ന് ഓടി പെട്ടകം ഇരിക്കുന്ന കാവൽക്കാരനായി അവിടെ നിന്നിട്ട് അവിടുന്ന് പെട്ടകത്തെ എത്തി നോക്കുന്ന ഒരു ഓബേദേദോമിനെ പോലെ ആമേൻ പെട്ടകത്തിന്റെ പിറകെ ഓടുന്ന ഒരു ദാവീദ്, പെട്ടകത്തിന്റെ പിറകെ ഓടുന്ന ഒരു ഓബേദേദോം. അവന്റെ പ്രസൻസിൽ പ്യൂരിറ്റി ഉണ്ട്. ഞാൻ ഇവിടെ വിശുദ്ധിയെ കുറിച്ച് പറയണ്ട. നീ പ്രസൻസിന്റെ പിറകെ പോകുമ്പോൾ പ്രസൻസ് നിന്നെ ശുദ്ധീകരിക്കും. പ്രസൻസ് നിന്നോട് വിശുദ്ധിയെ കുറിച്ച് സംസാരിക്കും. അവിടെ നീ ആമേ നിന്നെ തന്നെ നീ തന്നെ വിശുദ്ധീകരിക്കപ്പെടും. ആമേ പ്രസൻസിന്റെ അകത്ത് നിനക്ക് ആനന്ദമുണ്ട്. പ്രസൻസ് നിനക്ക് സന്തോഷം കൊണ്ടുവരും. പ്രസൻസിൽ നിനക്ക് ആരോഗ്യമുണ്ട്. പ്രസൻസിൽ നിനക്ക് പർപ്പസ് ഉണ്ട്. പ്രസൻസിൽ നിനക്ക് പൊട്ടൻഷ്യൽ പുറത്തു വരും. നാളത്തെ റിവൈവൽ നിന്നിലൂടെയാണ്. കാരണം പ്രസൻസിലൂടെ നടക്കുന്നവനോടാണ് ഒരു ഉണർവ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിന്റെ കണ്ണ് ആമേ നീതിമാന്റെ മേൽ ഊടാടുന്നു എന്ന് സംഗീതക്കാരൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കണ്ണ് ആമേ പ്രസൻസിന്റെ പിറകെ പോകുന്നവനെ ഊടാടുന്നത് കൊണ്ടാണ്. ആമേ ഇശായുടെ കുടുംബത്തെ ഞാൻ ഒരുവരെ കണ്ടിട്ടുണ്ട് രാജാവായി. അവന്റെ ഹൃദയം എന്റെ പിറകെയാണ്. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ ഹൃദയം യൂട്യൂബിന്റെ പിറകെയല്ല, എന്റെ ഹൃദയം സിനിമയുടെ പിറകെയല്ല, എന്റെ ഹൃദയം ലോകത്തിന്റെ പിറകെയല്ല. എന്റെ ഹൃദയം, എന്റെ മനസ്സ് അവന്റെ പിറകെയാണ്. കാരണം ഞാൻ ഇന്നായിരിക്കുന്നത് അവന്റെ കൃപയാലാണ്. എന്റെ ഗുണം കൊണ്ടല്ല ഞാൻ വന്നത്, എന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, എന്റെ കഴിവ് കൊണ്ടല്ല, ആമീൻ, എന്റെ ഭാര്യയുടെ ഗുണം കൊണ്ടല്ല, എന്റെ ഭർത്താവിന്റെ ഗുണം കൊണ്ടല്ല, എന്റെ തലമുറയുടെ പണം കൊണ്ടല്ല, അവന്റെ കൃപ കൊണ്ടാണ് ഞാൻ ശ്വസിക്കുന്നത്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയത് അവൻ തന്നെയാണ്. അതുകൊണ്ട് അവന്റെ പ്രസൻസ് ആണ് എനിക്ക് ഏറ്റവും വലുത്. അവന്റെ പ്രസൻസിൽ ആമീൻ എനിക്ക് ആനന്ദത്തിന്റെ പരിപൂർണതയാണ്. ആമേൻ. അവന്റെ പ്രസൻസിൽ എനിക്ക് എൻകൗണ്ടർ ഉണ്ട്. അവന്റെ പ്രസൻസിൽ ദൈവം എന്നോട് ഇടപെടും. അവന്റെ പ്രസൻസിൽ എനിക്ക് നല്ല ഹെൽത്ത് ആണ്. അവന്റെ പ്രസൻസ് ആണ് എന്നെ ജീവിപ്പിക്കുവാൻ, ആമേൻ, അടുത്തൊരു ലെവലിലേക്ക് ആമേൻ എന്നെ ആമേൻ 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 മുന്നോട്ട് പോകാൻ എനിക്കൊരു പ്രേരണ കിട്ടുന്നത് അവന്റെ പ്രസൻസിൽ ഞാൻ ജീവിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് സൈന്യത്താലല്ല, ഇത് ശക്തിയാലല്ല, ഇത് ദൈവത്തിന്റെ ആത്മാവിലാണെന്ന് പൂർണ്ണമായി എനിക്ക് നല്ല ഉറപ്പാ. നീ തീർന്നെന്ന് പറയുന്നിടത്ത് ആരംഭിക്കുന്നവൻ എന്റെ ദൈവം. ശത്രു ഇന്ന് പ്രഭാതത്തിലും ഇന്നലെയും നിന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു നീ തീർന്നെന്ന്. ഇന്ന് പ്രഭാതത്തിൽ ദൈവം നിന്റെ ചെവിയിലല്ല, നിന്റെ ആത്മമണ്ഡലത്തോട് ഇടപെടുകയാണ്. നിന്റെ ആരംഭമേ ആയിട്ടുള്ളൂ. ഹല്ലേലൂയ. കാരണം നീ അവസാനിച്ചെന്ന് പറയുന്നിടത്ത് ദൈവം നിന്നെ ആരംഭത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണ് മോശ പറഞ്ഞത് എന്നെ കൊണ്ട് കഴിയത്തില്ല, എനിക്ക് കഴിവില്ല. തമ്പുരാൻ പറഞ്ഞു എനിക്ക് ഇതാ വേണ്ടത്. നീ അവസാനിച്ചെന്ന് പറയുന്നിടത്ത് ഇതാ ഞാൻ ആരംഭിക്കുകയാണ്. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ആമേൻ. എന്റെ ആമേൻ എന്റെ സാന്നിധ്യം, എന്റെ ബലം നിന്റെ വായനോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നോട് കൂടെ. ദൈവം നിന്നോട് കൂടെയാണെങ്കിൽ ആമേൻ നിന്നെ പ്രസൻസിലേ കാണാവൂ. ദൈവം നിന്റെ പിറകെ ഉണ്ടെങ്കിൽ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നിന്റെ അകത്തുണ്ടെങ്കിൽ ആമേൻ നിന്റെ കൂടെ പ്രസൻസ് ഉണ്ടാകും. ആമേൻ നിന്റെ കൂടെ പ്രസൻസ് ഉണ്ടാകാനുള്ള കാരണം ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിന്റെ കൂടെ ഉണ്ടാകുന്നത് പറഞ്ഞിട്ട് എനിക്ക് മരുഭൂമിയിലെ ഡ്രൈനസിൽ എനിക്ക് പോകാൻ കഴിയത്തില്ല. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പ്രസൻസ് എൻ്റെ കൂടെ കാണും. ഹല്ലേലൂയ. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പ്രസൻസ് എൻ്റെ കൂടെ കാണും.
ഈ കാലഘട്ടങ്ങളിൽ യുദ്ധങ്ങൾ ആമേൻ ഒന്നിനു പിറകെ ഒന്നായി വരുന്നു, ഭൂകമ്പങ്ങൾ അനവധി വരുന്നു, ക്ലൈമറ്റുകൾ മാറുന്നു. ആമേൻ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന സകല ലക്ഷങ്ങളുമായി തുടങ്ങിയ സമയത്ത് എനിക്ക് ഇനിയല്ല പ്രസൻസ് എങ്കിൽ ഇനി ഏത് കാലഘട്ടത്തിലാണ് ഞാൻ പ്രസൻസ് അന്വേഷിക്കുന്നത്? ആമേൻ എന്റെ ജോലിയേക്കാൾ വലുത് എനിക്ക് പ്രസൻസ് ആണ്, എന്റെ ആമേൻ ബിസിനസിനേക്കാൾ വലുത് എനിക്ക് പ്രസൻസ് ആണ്, എന്റെ ജോലി, എന്റെ കഴിവ്, എന്റെ പൊസിഷൻ, ആമേൻ എന്റെ കുടുംബം, സകലത്തെക്കാൾ വലുത് എനിക്ക് എന്റെ പ്രസൻസ് ആണ്. ആമേൻ ആ പ്രസൻസിൽ ദൈവത്തിന്റെ എൻകൗണ്ടർ ഉണ്ട്. എനിക്ക് മാനുഷിക ശബ്ദം പോരാ, എനിക്ക് ദൈവത്തിന്റെ ശബ്ദം വേണം. ദൈവത്തിന്റെ ശബ്ദം വേണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനായിരിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, ആമേ എന്നോട് കൂടെ ആരെ അയക്കുമെന്ന് നീ പറഞ്ഞില്ല. ആമേ ഞാനൊരു ദൂതനെ അയക്കാം. മോശ പറഞ്ഞു, എനിക്ക് ദൂതൻ വേണ്ട, ദൂതൻ വന്നാൽ എനിക്ക് സാന്നിധ്യം വരത്തില്ല. നിന്റെ സാന്നിധ്യം, നീ എന്നോട് കൂടെ പോരണം. നീ എന്നോട് കൂടെ പോന്നാൽ ആമേ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരും. ആ സാന്നിധ്യത്തിൽ എനിക്ക് സന്തോഷത്തിന്റെയും ആമേൻ എന്റെ ലക്ഷ്യം ആമേൻ അത് പൂർത്തീകരിക്കാൻ എനിക്ക് നിന്റെ സാന്നിധ്യം വേണം. ദൈവത്തിന്റെ പദ്ധതി ആദ്യം കൊടുത്തിരിക്കുന്ന വീഞ്ഞല്ല, ആമേൻ യേശു കർത്താവ് തൊട്ടിരിക്കുന്ന, യേശു കർത്താവ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന വീഞ്ഞിന്റെ വീര്യം കൂടിയിരിക്കും. ഈ കാലഘട്ടങ്ങളിൽ വീര്യമില്ലാത്ത വീഞ്ഞായിട്ടല്ല അവൻ വന്നിരിക്കുന്നത്, ആമേൻ വീര്യമുള്ള വീഞ്ഞായിട്ടാണ്. അതുകൊണ്ട് സാന്നിധ്യത്തെ കാണിക്കുന്നതാണ് വീഞ്ഞ്. ആമേൻ വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറേ, ആമേൻ എളുപ്പം ആദ്യം ആമേൻ വീര്യമുള്ളത് കൊടുത്തിട്ട് ആമേൻ അവസാനം തെളിവുള്ളത് ലാസ്റ്റ് കൊടുക്കുന്നതിന് പകരം ആദ്യം നല്ലത് കൊടുക്കാതെ ഈ അവസാന ഘട്ടങ്ങളിൽ നല്ലത് എവിടെ ദോഷിച്ചു? ഞാൻ ചോദിക്കട്ടെ, ഈ കാലഘട്ടങ്ങളിൽ ആമേൻ ലഹരിയില്ലാത്തതല്ല കൊടുക്കുന്നത്, ആമേ നുരച്ച് പതഞ്ഞ് ലഹരിയുള്ള ആത്മീയ പാനീയമാണ് ആമേ ഇന്ന് സഭയ്ക്ക് ദൈവം കൊടുക്കാൻ പോകുന്നത്. ആമേൻ അത് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നീ ആത്മാവിന്റെ ലഹരിയിലാകണം, നീ ആത്മാവിന്റെ ലഹരിയിലാകണം. ഈ ദൈവത്തിന് ബോധിച്ച ഒരു പുരുഷനാകണം. വീട് നഷ്ടപ്പെട്ടു, സഹോദരന്മാർ നഷ്ടപ്പെട്ടു, അമ്മാവൻ നഷ്ടപ്പെട്ടു, അമ്മായി നഷ്ടപ്പെട്ടു, ബന്ധുമിത്രായി നഷ്ടപ്പെട്ടു, നാട്ടുകാർ കളിയാക്കി, വീട്ടുകാർ തള്ളി, ഇതെല്ലാം തള്ളി ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവന്റെ പ്രസൻസ് വന്ന് നിന്നെ അങ്ങ് മൂടും. മേഘം മൂടുന്നത് പോലെ തേജസ് നിന്നെ വന്നങ്ങ് മൂടും. ഇപ്പൊ എനിക്ക് അമ്മാവനില്ലാത്തതിന്, അമ്മായി ഇല്ലാത്തതിന്, വീട്ടുകാർ താഴ്ന്നതിന്റെ യാതൊന്നിന്റെയും പ്രയാസമില്ലാത്തത് ഈ പ്രസൻസ് എന്നെ വന്ന് മൂടി. അതിന് ഞങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം ഞങ്ങൾ മറക്കുന്നത് അവന്റെ സാന്നിധ്യത്തിൽ. അവന്റെ സാന്നിധ്യം ഞങ്ങളെയൊക്കെ അത് ഞങ്ങളെയൊക്കെ പുണരുമ്പോൾ ഞങ്ങൾ എല്ലാ പ്രയാസങ്ങളും അങ്ങ് മറക്കും. കാരണം അവിടെ ആ പ്രസൻസിൽ അവന്റെ ഇടപെടലുണ്ടാകും. ആ ഇടപെടൽ വേറൊന്നുമല്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നാണ്. ആമേൻ ആമേൻ ഭയപ്പെടണ്ട എന്നാ. ആമേൻ ഞാൻ നിന്നെ മാനിക്കുമെന്നുള്ളതാ. ആമേൻ നിനക്ക് അനുകൂലമായിട്ട് ഞാനുണ്ടെന്നുള്ളതാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാ, ആരും ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും അവനുണ്ട്.